ജോഗ്രഫി ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അവസാന ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് ആണ് അല്ലേ. എന്താണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്? നമ്മുടെ എർത്തിൽ ചില സർട്ടൈൻ ലാറ്റിറ്റ്യൂഡ്സിനിടയിൽ എപ്പോഴും ത്രൂ ഔട്ട് ദ ഇയർ ഒരേ പ്രഷറാണ് ഉള്ളത്. ഇത്തരത്തിലുള്ള ചില ലാറ്റിറ്റ്യൂഡിനൽ ഏരിയകളുണ്ട്. ആ ലാറ്റിറ്റ്യൂഡിനൽ ഏരിയകളെയാണ് നമ്മൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇത്തരം ലാറ്റിറ്റ്യൂഡിനൽ ഏരിയകളിൽ നമ്മൾ നേരത്തെ പഠിച്ച ടെമ്പറേച്ചർ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് മാത്രമല്ല, എർത്തിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്ന കാര്യം കൂടി ഇവിടെ ഫാക്ടറായിട്ട് വരുന്നത് കൊണ്ടാണ് ചില ലാറ്റിറ്റ്യൂഡിനൽ ഏരിയകളിൽ സ്ഥിരമായി ഒരേ പ്രഷർ നിലനിൽക്കാനുള്ള കാരണം. അങ്ങനെ നോക്കുമ്പോൾ ഏതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് പറഞ്ഞത്? പ്രധാനമായിട്ടും 4 ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സുകളാണുള്ളത് അല്ലേ. ഏതൊക്കെയാണ്? ഒന്ന് 0 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇക്വറ്റോറിയൽ ഏരിയ ആണ് അല്ലേ. ശരിക്കും 0 to ഒരു 5 ഡിഗ്രി നോർത്തും ഒരു 5 ഡിഗ്രി സൗത്തും എടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഇടയിലാണ് ആര് വരുന്നത്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് വരുന്നത്. പിന്നെ 30 ഡിഗ്രി നോർത്തിലും 30 ഡിഗ്രി സൗത്തിലുമായിട്ട് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സുകൾ വരുന്നു. പിന്നെ 60 ഡിഗ്രി നോർത്തിലും 60 ഡിഗ്രി സൗത്തിലുമായിട്ട് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്സുകൾ വരുന്നു. പിന്നെ 90 ഡിഗ്രി നോർത്തിലും 90 ഡിഗ്രി സൗത്തിലുമായിട്ട് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്സുകൾ വരുന്നു. ഓക്കെ, അപ്പോൾ ഈ ചിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ലാറ്റിറ്റ്യൂഡിനൽ ഏരിയകളിൽ ചില സർട്ടൈൻ എപ്പോഴും ഒരേ പ്രഷർ വരാനുള്ള കാരണം എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റാണ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. എന്തുകൊണ്ട് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, അതായത് ഇക്വറ്റോറിയൽ ഏരിയയിൽ എന്തുകൊണ്ട് ലോ പ്രഷർ ഫോം ചെയ്തു? എപ്പോഴും അവിടെ ഒരു ലോ പ്രഷറിൻ്റെ ബെൽറ്റാണ് അവിടെ എപ്പോഴും ഉള്ളത്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. The expansion and rising up of air due to high temperature prevailing in the equatorial region is the cause for the formation of equatorial low pressure belt. Equatorial low pressure belt എങ്ങനെയാണ് ഫോം ചെയ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, എർത്തിലേക്ക് ഏറ്റവും കൂടുതൽ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലം അല്ലെങ്കിൽ സണ്ണിൻ്റെ ടെമ്പറേച്ചർ കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്? അത് ഇക്വറ്റോറിയൽ ഏരിയ ആണ്. അതായത് വെർട്ടിക്കലി സൺലൈറ്റ് കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ ഏരിയ ആണ്. അപ്പോൾ ഏകദേശം ഒരു 0 ഡിഗ്രി ടു 5 ഡിഗ്രി നോർത്ത് 5 ഡിഗ്രി സൗത്ത് വരെ നമുക്കിതിനെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വറ്റോറിയൽ ഏരിയ എന്ന് വിളിക്കാം. അപ്പോൾ പക്ക 0 ഡിഗ്രി മാത്രമല്ല കേട്ടോ. അപ്പോൾ ഈ ഏരിയയിൽ സൺലൈറ്റ് വളരെ വെർട്ടിക്കലി കിട്ടുന്നു. അതായത് സണ്ണിൻ്റെ ടെമ്പറേച്ചർ വളരെ വെർട്ടിക്കലി കിട്ടുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടുത്തെ എയർ എന്ത് ചെയ്യാണ്? അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എയറിന് ചൂട് തട്ടിക്കഴിഞ്ഞാൽ, വാം ആയിക്കഴിഞ്ഞാൽ എയർ എന്ത് ചെയ്യും? അവിടെയുള്ള എയറെല്ലാം മേലോട്ടേക്ക് എക്സ്പാൻഡഡ് ആയിട്ട് റൈസസ് അപ്പ് ചെയ്യും അല്ലേ. അതായത് ഇവിടെ ഉണ്ടായിരുന്ന എയറൊക്കെ എപ്പോഴും ഇവിടെ കുറേ ചൂടാണ്, ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ചൂട് കിട്ടുന്ന സ്ഥലമാണ് ഈ ഏരിയ. അപ്പോൾ ഇവിടെയുള്ള എയറൊക്കെ എന്ത് ചെയ്യാണ്? അതിങ്ങനെ എക്സ്പാൻഡഡ് ആയിട്ട് മേലോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് ഇങ്ങനെ കുത്തി മേലോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വേണ്ടത്ര വെയിറ്റ് കൊടുക്കാൻ പിന്നെ അവിടെ ആരില്ല? എയറില്ല. അതുകൊണ്ടാണ് ഈക്വറ്റോറിയൽ ഏരിയ ലോ പ്രഷറായത്. വേണ്ടത്ര എയർ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഹൈ പ്രഷർ ആവുമായിരുന്നു. അപ്പം ദിസ് സോൺ ഓഫ് വെർട്ടിക്കൽ എയർ കറൻസ് ഈസ് ഡിവോയ്ഡ് ഓഫ് വിൻഡ്സ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഈ പറയുന്ന എയർ ഇങ്ങനെ മേലോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ കാറ്റുകൾ, വിൻഡുകൾ എന്ന് പറയുന്ന സംഗതി ഇവിടെ ഇല്ല എന്ന് തന്നെ വേണം. തീരെ ഇല്ല എന്നല്ല, വളരെ കുറച്ച്, അതായത് വളരെ ദുർബലമായിട്ടുള്ള കാറ്റുകളാണ് ഇവിടെ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ബീയിങ് ദ വിൻലെസ് സോൺ, കാറ്റുകളില്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ നമ്മൾ ദിസ് പ്രഷർ ബെൽറ്റ് ഈസ് കോൾഡ് ഡോൾഡ്രം. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിനെ നമ്മൾ കാറ്റുകളില്ലാത്ത സോൺ, വിൻലെസ് സോൺ എന്ന അർത്ഥത്തിൽ വരുന്ന മറ്റൊരു വാക്കിൽ കൂടി നമ്മൾ വിളിക്കാറുണ്ട്. അതാണ് ഡോൾഡ്രം. ഇതൊരു വൺ വേർഡ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ് ഡോൾഡ്രം? ഡോൾഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻലെസ് സോൺ, കാറ്റുകളില്ലാത്ത മേഖല. ഇവിടുത്തെ എയറെല്ലാം മേലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇവിടെ എന്തില്ല? ഇവിടെ എയറിന് കൃത്യമായിട്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ
ഇവിടെ വിൻഡുകളില്ല. അതുകൊണ്ട് വിൻഡുകളില്ലാത്ത സോൺ, വിൻലെസ് സോൺ എന്ന അർത്ഥത്തിൽ നമ്മൾ എന്ത് പേരിൽ വിളിക്കാറുണ്ട്? നമ്മൾ ഡോൾഡ്രം എന്ന പേരിൽ കൂടി ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിനെ വിളിക്കാറുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടെക്സ്റ്റ് ബുക്ക് പ്രകാരം പോളാർ ഹൈ പ്രഷർ ബെൽറ്റാണ്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, അത് 90 ഡിഗ്രിയിലാണ് വരുന്നത്. നമുക്ക് അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സ് പഠിക്കാം. എന്നിട്ട് നമുക്ക് സബ് പോളാറിലോട്ടേക്കും പോളാറിലേക്കും വരാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഈ ഭാഗം ഞാൻ വായിക്കുന്നതിന് പകരം ഈ ഭാഗമാണ് വായിക്കുന്നത്. അതൊന്ന് നോക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഏരിയയാണ്, ഞാൻ ഈ ഏരിയയാണ് വായിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ. അപ്പോൾ അടുത്ത ഏരിയ ആണ് ഏതെന്ന് പറയുന്നത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സ്. എവിടേക്കാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സ്? 30 ഡിഗ്രി നോർത്തും 30 ഡിഗ്രി സൗത്തും. ഈ 30 ഡിഗ്രി നോർത്തും 30 ഡിഗ്രി സൗത്തും അറിയപ്പെട്ടിരുന്ന പേര് സബ് ട്രോപ്പിക്കൽ ഏരിയകൾ എന്നാണ്. ഇവിടെ എന്ത് പ്രഷറാണുള്ളത്? ഇവിടെ ഹൈ പ്രഷറാണുള്ളത്. അതുകൊണ്ട് ഇവയെ നമ്മൾ സബ് ട്രോപ്പിക്കൽ ഏരിയകളിൽ എപ്പോഴും ഹൈ പ്രഷർ ആയതുകൊണ്ട് അവയെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഈ സബ് ട്രോപ്പിക്കൽ ഏരിയകളിൽ ഹൈ പ്രഷർ ആയത് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതിന് റീസണായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ നേരത്തെ ഈ ഭാഗത്തായിട്ട് കുറച്ച് മുന്നേ ആയിട്ട് നമ്മൾ ഇവിടെയൊക്കെ പറഞ്ഞു പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു ടൊറിഡ് സോൺ എന്ന്, അല്ലേ? അതായത് ഇക്വറ്റോറിയൽ ഏരിയ കഴിഞ്ഞാൽ ഈ ഒരു ഏകദേശം ഈ ഒരു ഏരിയയിലാണ് എന്ത് ഉണ്ടാകുന്നത്, ഏറ്റവും കൂടുതൽ ചൂട് വരുന്നത്. അപ്പോൾ ഈ സബ് ട്രോപ്പിക്കൽ ഏരിയാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നല്ല ചൂടുള്ള സ്ഥലം തന്നെയാണ്. അതായത് ഇക്വറ്റോറിയൽ ഏരിയ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാക്സിമം ചൂട് ലഭിക്കുന്ന സ്ഥലങ്ങളാണ് ഈ പറയുന്ന സബ് ട്രോപ്പിക്കൽ ഏരിയ ഒക്കെ. അതായത് ഇവിടുന്ന് സണ്ണിൽ നിന്ന് ഇങ്ങോട്ടേക്കൊക്കെ കുറച്ചും കൂടെ ദൂരം, ഇക്വറ്റോറിൻ്റെ അത്ര ഇല്ലെങ്കിൽ പോലും ഇക്വറ്റോർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഏരിയയിലാണ്, ഇതിൻ്റെ ഇടയിലാണ് എന്ത് കിട്ടുന്നത്, ചൂട് കിട്ടുന്നത്. അപ്പോൾ സബ് ട്രോപ്പിക്കൽ ഏരിയ എന്ന് പറഞ്ഞാൽ ചൂടില്ലാത്ത സ്ഥലമല്ല. ചൂടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വാം എയർ ഉണ്ട്, വാം ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, എയർ എക്സ്പാൻഡ് ആയിട്ട് ഇക്വറ്റോറിയൽ സംഭവിച്ച പോലെ മേലോട്ടേക്ക് ഉയർന്നു പോകും. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ലോ പ്രഷറാണ് ശരിക്കും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറിൽ വരേണ്ടത്, സബ് ട്രോപ്പിക്കൽ ഏരിയകളിൽ വരേണ്ടത്. പക്ഷേ നമ്മളിവിടെ എന്താ എഴുതിയിട്ടുള്ളത്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? സാധാരണ രീതിയിൽ ചൂടുള്ള സ്ഥലം തന്നെയാണ്, വാം എയർ ആയതുകൊണ്ട് തന്നെ വാം എയർ മേലോട്ടേക്ക് പോകേണ്ടതാണ്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് ഹൈ പ്രഷറായി? അതാണ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. ദ റൈസിംഗ് വാം എയർ അലോങ് ദ ഇക്വറ്റോറിയൽ റീജിയൻ moves polewards as upper air winds which gradually cool and subside at about 30 degree north and 30 degree south latitudes. This results in the formation of subtropical high pressure belts. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഇക്വറ്റോറിയൽ ഏരിയയിൽ നിന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ഏറ്റവും കൂടുതൽ ചൂട് തട്ടിയിട്ട് എയർ ഇങ്ങനെ മേലോട്ടേക്ക് റൈസസ് അപ്പ് ചെയ്തു പോയി എന്ന്. അങ്ങനെ ഈ പോയ എയർ എന്ത് ചെയ്യാണ്, അതിങ്ങനെ രണ്ട് പോളാർ ഏരിയയിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരികയാണ്. അതേപോലെ രണ്ട് പോളാർ റീജിയനിലോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ സംഭവിച്ചിട്ട്? റൈസസ് അപ്പ് ചെയ്തിട്ട്, അല്ലേ? ചൂട് തട്ടിയിട്ട് വായു ഇങ്ങനെ പോവുമായിരുന്നു. പക്ഷേ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഇത് താരതമ്യേന തണുത്തിട്ട്, ഈ പോണ ചൂട് തണുത്തിട്ട് അത് എന്ത് ചെയ്യാണ്, എവിടുന്ന് പോയ ചൂടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? ഇക്വറ്റോറിയൽ ഏരിയയിൽ നിന്ന് നമ്മൾ ചൂട് തട്ടിയിട്ട് പോയില്ലേ, ഈ ചൂട് തട്ടിയിട്ട് എയർ മേലോട്ടേക്ക് പോയില്ലേ, എക്സ്പാൻഡ് ആയി പോയില്ലേ. ഈ എയർ ചൂട് തട്ടി ഉയർന്നു പൊങ്ങിയ എയർ അത് തണുത്തിട്ട് സബ്സൈഡ് ചെയ്യുന്നത്, താഴോട്ടേക്ക് ഇറങ്ങുന്നത് നമ്മുടെ ഈ 30 ഡിഗ്രികളിലേക്കാണ്. മനസ്സിലായോ? അപ്പോൾ 30 ഡിഗ്രിയിലേക്ക് എന്ത് ചെയ്യാണ്, ഈ ഇക്വറ്റോറിയൽ ഏരിയയിൽ നിന്ന് പൊങ്ങിയ എയർ താഴ്ന്നിറങ്ങുകയാണ് ചെയ്യുന്നത് 30 ഡിഗ്രീസിലോട്ടേക്ക്, സബ് ട്രോപ്പിക്കൽ ഏരിയകളിലോട്ടേക്ക്. അപ്പോൾ അവിടേക്ക് എന്തെത്തുകയാണ്, ഇവിടത്തേക്ക് കൂടുതൽ എയർ എത്തുകയാണ്. അപ്പോൾ ഇവിടെ ചൂട് തട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ സബ് ട്രോപ്പിക്കൽ ഏരിയയിൽ നിന്ന് ചൂട് എയർ പൊങ്ങിയാലും ആരുടെ സ്ഥലത്തു നിന്ന് എയർ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഇക്വറ്റോറിയൽ ഏരിയയിൽ നിന്ന് ധാരാളം അവിടുന്ന് പൊങ്ങിയ ചൂടെല്ലാം തണുത്തിട്ട് ഇങ്ങോട്ടേക്ക് താഴ്ന്നിറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെ എയറിൻ്റെ അളവ് കൂടുതലായിട്ട് എത്തുന്നു. സ്വാഭാവികമായിട്ടും എയറിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ എയർ എക്സേർട്ട് ചെയ്യുന്ന വെയ്റ്റും കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും ഈ ഏരിയയിൽ എന്ത് സംഭവിച്ചു, കൂടുതൽ എയർ ഉണ്ട്, കൂടുതൽ എയർ വെയ്റ്റ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ പ്രഷർ കൂടി.
മനസ്സിലായോ? അങ്ങനെയാണ് ഇത് ഹൈ പ്രഷർ ആയത്. ഓക്കെ, അപ്പോൾ ഇക്വറ്റോറിയൽ ഏരിയയിൽ നിന്ന് റൈസപ്പ് ചെയ്ത എയർ കൂൾ ഡൗൺ ചെയ്യുന്നത് സബ് ട്രോപ്പിക്കൽ ഏരിയകളിലേക്കാണ്. അങ്ങനെയാണ് സബ് ട്രോപ്പിക്കൽ ഏരിയകൾ എന്തായത്? ഹൈ പ്രഷർ ആയത്, ഹൈ പ്രഷർ ബെൽറ്റ് ആയത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആരാണ്? സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്സ് ആണ്. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്സ്. ഈ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, സബ് പോളാർ ഏരിയകൾ അല്ലേ, സബ് പോളാർ ഏരിയകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് വരുന്നത്? 60 ഡിഗ്രി നോർത്തും 60 ഡിഗ്രി സൗത്തുമാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ് പോളാർ ഏരിയകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സബ് പോളാർ ഏരിയകളുടെ പ്രത്യേകത എന്താ? സബ് പോളാർ ഏരിയകൾ ഈ പോളാർ റീജൻസിനോട്, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും തണുത്ത വായുവുള്ള ഈ പോളാർ റീജൻസിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. എന്നിട്ടും ഇവിടെ എന്താണ് വന്നിട്ടുള്ളത്? ലോ പ്രഷറാണ് വന്നിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ എർത്തിൽ സണ്ണിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചൂട് കിട്ടുന്നത് ഇക്വറ്റർ, അത് കഴിഞ്ഞാൽ ഇവിടേക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ താരതമ്യേന ചൂട് കുറവാണ്, അല്ലേ? ടെമ്പറേച്ചറിന് സണ്ണിൽ നിന്ന് ടെമ്പറേച്ചർ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യണം. മാത്രമല്ല ഇത് പോളാർ റീജൻസിനോട് അടുത്ത് കിടക്കുകയാണ്. നല്ല കോൾഡായിട്ടുള്ള എയറാണ് ഇവിടെ ഉള്ളത്. സ്വാഭാവികമായിട്ടും ഇവിടെ അത്യാവശ്യം വെയിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പാകപ്പെട്ട എവിടേക്കും ഉയർന്നു പൊങ്ങാത്ത ആരുണ്ട്? എയർ ഉണ്ട്. പക്ഷെ എന്നിട്ടും സബ് പോളാർ ഏരിയാസ് എന്താണ് ആയത്? അവിടെ ലോ പ്രഷറാണ് ആയിട്ടുള്ളത്. ലോ പ്രഷർ ബെൽറ്റുകളാണ് ഇത് ആയിട്ടുള്ളത്. അപ്പോൾ 60 ഡിഗ്രി പ്രദേശങ്ങൾ സബ് പോളാർ ഏരിയകളാണ്. ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത് എന്താണ്? ലോ പ്രഷറാണ്. എന്തുകൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ സബ് പോളാർ ഏരിയയിൽ ഈ ഹൈ പ്രഷർ ആവാനുള്ള എല്ലാ കണ്ടീഷൻസും ഉണ്ട്. നല്ല കോൾഡ് എയർ ആണ് അല്ലേ? ടെമ്പറേച്ചർ വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ അല്ലേ? അപ്പോൾ എയറൊന്നും മേലോട്ടേക്ക് പോകുന്നില്ല. ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ലോ പ്രഷറായി. വൈ? അതാണ് നമ്മൾ വായിച്ചു വെക്കാൻ വേണ്ടി പോകുന്നത്. അറ്റ് അബൌട്ട് 60 ഡിഗ്രി നോർത്ത് ആൻഡ് 60 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ് നോർമലി ഹൈ പ്രഷർ സോൺസ് ഷുഡ് ബി ഫോംഡ് ഡ്യൂ ടു ലോവർ ടെമ്പറേച്ചർ കണ്ടീഷൻ. താരതമ്യേന വളരെ കുറച്ച് ടെമ്പറേച്ചർ മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ ഹൈ പ്രഷർ സോണാണ് ഫോം ചെയ്യേണ്ടിയിരുന്നത്. നോർമലി ഹൈ പ്രഷർ സോൺ ഷുഡ് ബി ഫോംഡ് അല്ലേ? അതായിരുന്നു അവിടെ ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷേ ഓയിങ് ടു ദ കണ്ടിന്യൂസ് ത്രോയിങ് അപ്പ് ഓഫ് എയർ അലോങ് ദീസ് റീജിയൻസ് കോസ്ഡ് ബൈ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്സ് ആർ ഫോംഡ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഞാൻ എപ്പോഴും ഓഫ്ലൈനിൽ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങളൊരു ഒരു കോൺ ഐസ്ക്രീം ഇങ്ങനെ നിങ്ങളുടെ വായേൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ആസ്വദിച്ച് ഇങ്ങനെ വെക്കുകയാണ്. പെട്ടെന്നൊരു പന്ത് വന്നിട്ട് ആ ഐസ്ക്രീം കൊണ്ട് തെറിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാലോ അല്ലേ? ഇതേ ഒരവസ്ഥയാണ്. നല്ല കോൾഡ് എയർ, ടെമ്പറേച്ചർ കുറച്ചേ ഉള്ളൂ, ഹൈ പ്രഷർ ആവേണ്ട ഒരു സ്ഥലമായിരുന്നു സബ് പോളാർ ഏരിയാസ്. പക്ഷേ ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് എർത്ത്, ഭൂമിയുടെ റൊട്ടേഷൻ കാരണം, കണ്ടിന്യൂസ് ആയി നടക്കുന്ന റൊട്ടേഷൻ്റെ കാരണത്താൽ ഇവിടെയുള്ള എയറിന് അവിടെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതിങ്ങനെ ത്രോ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങനെ ചുഴറ്റി എറിയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ റൊട്ടേഷൻ മൂലം ഇവിടെയുള്ള കോൾഡ് എയർ ഇങ്ങനെ ത്രോ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ കാരണത്താൽ ഇവിടെ എയറിന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ വേണ്ടത്ര വെയിറ്റ് കൊടുക്കാൻ എയറിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് അതെന്തായി മാറി? ലോ പ്രഷർ ഏരിയ ആയി. അപ്പോൾ ടെമ്പറേച്ചർ കൊണ്ടാണോ ഇവിടെ സംഭവിച്ചത്? അല്ല, എർത്തിൻ്റെ റൊട്ടേഷൻ കൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ച പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മാത്രമല്ല, റൊട്ടേഷൻ കൊണ്ടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഈ ഇൻഫ്ലുവൻസ് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചത്. സബ് പോളാർ ഏരിയകളിൽ ലോ പ്രഷർ ആവാൻ കാരണം കോൾഡ് എയർ ആണ്. മാത്രമല്ല ടെമ്പറേച്ചർ ലോ ആണ്. എന്നിട്ടും കാര്യം ഉണ്ടായില്ല. അവിടുത്തെ എയറിന് അവിടെ കണ്ടിന്യൂസ് റൊട്ടേഷൻ മൂലം അവിടുത്തെ എയർ ഇങ്ങനെ ത്രോ ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇതാണ് അവിടുത്തെ റീസൺ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സാധാരണ നമ്മുടെ ഈ റൊട്ടേഷൻ്റെ ഒരു എന്താ പറയുക, ഒരു ശക്തി നമ്മളൊക്കെ ഈ ഏരിയയിൽ താമസിക്കുന്ന ആളുകളാണ്, സബ് ട്രോപ്പിക്കൽ ഏരിയകളിൽ താമസിക്കുന്ന ആളുകളാണ്.
ഇന്ത്യ എന്നൊക്കെ പറയുന്നത്. ഏകദേശം ഈ പോളാർ ഏരിയകളിലേക്കൊക്കെ എത്തുമ്പോഴേക്കും ഈ റൊട്ടേഷൻ കൊണ്ടുണ്ടാകുന്ന ഈ എയറിൻ്റെ മൂവ്മെൻ്റൊക്കെ വളരെയധികം ശക്തിയിൽ സംഭവിക്കുന്ന ഏരിയകളാണ് ഈ സബ്പോളാർ ഏരിയകളാണെങ്കിലും പോളാർ ഏരിയകളാണെങ്കിലൊക്കെ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതുകൊണ്ടാണ് സബ്പോളാർ ഏരിയാസ് ലോ പ്രഷർ ബെൽറ്റ് ആയത് എന്ന് മനസ്സിലാക്കുക. ഇനി ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ആരാണ്? പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്സ് ആണ്. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്സ് 90 ഡിഗ്രി നോർത്തും 90 ഡിഗ്രി സൗത്തും അറിയപ്പെടുന്ന പേര് പോളാർ റീജിയൻസ് എന്നാണ്. ഈ പോളാർ റീജിയൻസിൽ എന്താണുള്ളത്? പോളാർ റീജിയൻസിൽ എപ്പോഴും ഹൈ പ്രഷറാണുള്ളത്. പോളാർ റീജിയൻസിൽ ഓക്കെ. ഇത് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. പോളാർ റീജിയൻസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഏറ്റവും കുറവ് ലഭിക്കുന്ന സ്ഥലങ്ങളാണ് അല്ലേ. അതായത് 6 മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് സൺറൈസ് ഉള്ളൂ, സൺസെറ്റ് ഉള്ളൂ. അപ്പോൾ അത്രയ്ക്കും ലോ ടെമ്പറേച്ചർ കിട്ടുന്ന സ്ഥലമാണ്. ഈ ഏരിയയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, ഈ 2 ഏരിയകളിലേക്ക് സൺലൈറ്റ് എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഭൂമിയുടെ 2 അറ്റങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വായിച്ചു നോക്കാം. As we know, the atmospheric conditions along the poles are just opposite to the equatorial region. ഇക്വറ്റോറിയൽ റീജിയൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത്? പോളാർ റീജിയൻസ് എന്ന് പറയുന്നത്. ഇക്വറ്റോറിയൽ റീജിയൻസിൽ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ കിട്ടുന്നെങ്കിൽ ഏറ്റവും കുറവ് തീരെ കിട്ടാത്ത സ്ഥലങ്ങളാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോളാർ റീജിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ കാരണത്താൽ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്സ് എന്ത് ചെയ്യാണ്? അവിടെ ഫോം ചെയ്യണം. ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ കോൺട്രാക്ഷൻ ആൻഡ് സബ്സിഡൻസ് ഓഫ് കോൾഡ് എയർ. ഇവിടെ കിടക്കുന്ന എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ തണുത്ത എയറാണ്, കോൾഡ് എയറാണ് ഇവിടെ ഉള്ളത്. ഇതിന് ഈ എർത്തിൻ്റെ റൊട്ടേഷൻ ആയാലും വേണ്ടില്ല, എന്തായാലും ഇത് അവിടെ എപ്പോഴും ധാരാളം എയർ എന്ത് ചെയ്യാണ്? അവിടെ ഇങ്ങനെ കിടക്കുകയാണ്, അവിടെ സബ്സൈഡ് ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും എന്താണ്? ഈ വെയിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, വെയിറ്റ് എക്സേർട്ട് ചെയ്യാൻ ആവശ്യത്തിലധികം എയർ ഉണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ ഹൈ പ്രഷർ ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ ഇക്വറ്റോറിയൽ റീജിയൻ്റെ നേരെ ഓപ്പോസിറ്റ് വാം കണ്ടീഷനാണ് പോളാർ റീജിയൻസിലുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും അവിടെ കോൾഡ് എയർ ആണ് ഉള്ളത്. അത് ഇപ്പോൾ നമ്മുടെ എർത്തിൻ്റെ റൊട്ടേഷൻ ആണെങ്കിലും ഒക്കെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. എർത്തിൻ്റെ റൊട്ടേഷനൊന്നും അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ഈ കോൾഡ് എയർ അവിടെ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യത്തിലധികം വെയിറ്റ് എക്സേർട്ട് ചെയ്യാൻ എയറിന് സാധിക്കുന്നു. അതുകൊണ്ട് അവിടെ ഹൈ പ്രഷർ ആകുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സുകളിൽ ഓരോ സ്ഥലത്തും ഓരോ പ്രഷർ വന്നു എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ചെറിയൊരു കാര്യം കൂടെ നിങ്ങളോട് ഒന്ന് സൂചിപ്പിക്കാനുണ്ട്. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുമൊന്നുമില്ല, പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അച്ചടിച്ച ആളുകളെ നമുക്ക് നന്നായിട്ടൊന്ന് നമസ്കരിക്കണം. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചില പോയിൻറ്റുകളെ വളരെ ഇപ്പോൾ നിങ്ങളുടെ 9th ടെക്സ്റ്റ് ആണെങ്കിലും 10th ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലൊക്കെ ചില പോയിൻറ്റുകൾ, ഇപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച ഈ കൺവെക്ഷൻ, അഡ്വെക്ഷൻ, അതുപോലെ തന്നെ അങ്ങനെ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ എഴുതി വിട്ടിട്ടേ ഉള്ളൂ. അതിനകത്തൊരു എക്സ്പ്ലനേഷൻ നൽകാൻ, ഒരു എക്സ്ട്രാ റീഡിങ്ങിൻ്റെ ഒരു കോളം വെച്ചിട്ട് ഒരു എക്സ്പ്ലനേഷൻ നൽകാൻ പോലും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പയർ ചെയ്ത ആളുകൾ തയ്യാറായിട്ടില്ല. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് എക്സ്പ്ലനേഷൻ നൽകാതിരിക്കുകയും ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾക്ക് വലിയ ഒരു എക്സ്ട്രാ റീഡിംഗ് എന്ന് പറയുന്ന എക്സ്പ്ലനേഷൻസ് നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജോഗ്രഫി പോലത്തെ സബ്ജക്റ്റുകൾക്ക് ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ഇമാജിനറി പവർ കൂടി നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഒരു എക്സ്ട്രാ പോയിൻ്റ് ഇവിടെ, അതായത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരില്ല, പക്ഷേ എങ്കിൽ പോലും ചില കാര്യങ്ങൾ കൂടി ഇവിടെ നോട്ട് ചെയ്യേണ്ടതുണ്ട്. As the temperature conditions vary with the apparent movement of the sun, the global pressure belts are subjected to relative shifts. Global pressure belts may shift to about 5 degree to 10 degree northwards during summer season and shift southward during winter season. This shifting of global pressure belts has decisive influence on global climate. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ ആണ്. അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ ആണ്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മളിപ്പോൾ ഇവിടെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ 0 ഡിഗ്രിയിൽ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് അടയാളപ്പെടുത്തി, 30 ഡിഗ്രീസിൽ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സുകൾ അടയാളപ്പെടുത്തി, 60 ഡിഗ്രീസിൽ നമ്മൾ അടയാളപ്പെടുത്തി, സബ് പോളാർ ഏരിയകൾ അടയാളപ്പെടുത്തി, ഇങ്ങനെ 90 ഡിഗ്രി ഇതൊക്കെ നമ്മൾ അടയാളപ്പെടുത്തി. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ സൺലൈറ്റ് വെർട്ടിക്കലി ഇക്വറ്റോറിയൽ പതിക്കുന്നത് കൊണ്ടല്ലേ ഇക്വറ്റോറിയൽ ഏരിയയിൽ ലോ പ്രഷർ ആയതും 30 ഡിഗ്രി ഏരിയകളിൽ ഹൈ പ്രഷർ ആയതുമൊക്കെ. എന്നാൽ നമ്മുടെ എർത്തിൽ സൺലൈറ്റ് എപ്പോഴും ഇക്വറ്റോറിയൽ ഏരിയയിൽ കുത്തനെ പതിക്കുന്നില്ല. ചില സമയങ്ങളിൽ ചില വ്യത്യാസങ്ങൾ വരാറുണ്ട്. അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്, സണ്ണ് നമ്മളെ എർത്തിന് ചുറ്റും കറങ്ങുകയല്ല ചെയ്യുന്നത്. എർത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സണ്ണിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എർത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട്. എർത്ത് ഒരു ചെരിഞ്ഞിരിക്കുന്ന, അതായത് എന്താ പറയുക, എർത്തിനൊരു ചെരിവ് എപ്പോഴും ഉണ്ട്. ഈ ചെരിവ് കാരണം ഇപ്പം നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്ഫിയർ ഷേപ്പ് അല്ല എർത്തിന് എപ്പോഴും ഒരു ചെരിവ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എർത്തിൽ നിങ്ങൾ ഗ്ലോബ് എടുക്കുകയാണെങ്കിലൊക്കെ ഒരു ചെറിയൊരു ചെരിവ് ഇങ്ങനെ ഒരു ആക്സിസിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എർത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ചെരിവുള്ളത് കൊണ്ട് തന്നെ ഒരു ടിൽറ്റ് എന്ന് നമ്മൾ പറയും. ഈ നമ്മുടെ എർത്തിന് ഒരു ചെറിയൊരു ചെരിവുണ്ട്, ഈ ടിൽറ്റ് ഉണ്ട്. ഈ ടിൽറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ഇക്വറ്റോറിയൽ ഏരിയയിലാണ് നമ്മുടെ ഈ പറയുന്ന സൺലൈറ്റ് വെർട്ടിക്കലി പതിക്കുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സാധാരണ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു മാർച്ച് 21 നമുക്ക് എർത്തിൻ്റെ കറക്റ്റ് ഇക്വറ്റോറിയൽ ഭാഗത്തായിരിക്കും സൺലൈറ്റ് പതിക്കുന്നുണ്ടായിരിക്കുക. കറക്റ്റ് വെർട്ടിക്കലി ഇക്വറ്റോറിയലിൻ്റെ ഭാഗത്തായിരിക്കും പതിക്കുന്നുണ്ടായിരിക്കുക. അപ്പം മാർച്ച് 21 നമുക്ക് വിളിക്കുന്നൊരു പേരാണ് ഇക്വിനോക്സസ് എന്ന് വിളിക്കുക. ഇക്വിനോക്സസ് എന്ന് നമ്മൾ വിളിക്കും. ഇക്വിനോക്സസ് അതായത് മാർച്ച് 21 എർത്തിലെ 2 ഹെമിസ്ഫിയറിലും ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ആണ് ഉണ്ടായിരിക്കുക. ഇനി മാർച്ച് 21 ശേഷം, മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, മാർച്ച് 21 ശേഷം എർത്തിൻ്റെ ഒരു പൊസിഷൻ സണ്ണുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സണ്ണിൻ്റെ പൊസിഷൻ, സൺലൈറ്റ് പതിക്കുന്ന സ്ഥലം മാർച്ച് 21 ശേഷം ഏകദേശം എർത്തിൻ്റെ റൊട്ടേഷൻ കാരണം അത് നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും കൂടുതൽ പതിക്കുക. അങ്ങനെ മാർച്ച് 21 കഴിഞ്ഞു ഏപ്രിലൊക്കെ സണ്ണിൻ്റെ ഏറ്റവും കൂടുതൽ പതിക്കുന്നുണ്ടായിരിക്കുക നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അങ്ങനെ ഏപ്രിൽ, മെയ്, ജൂൺ 21 ആകുമ്പോൾ സൺലൈറ്റ് ഏറ്റവും കൂടുതൽ പതിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ മാർച്ച് 21 ജൂൺ 21 ഇടയിൽ സൺലൈറ്റ് ഏറ്റവും കൂടുതൽ പതിക്കുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, സദേൺ ഹെമിസ്ഫിയറിലല്ല. അതിൽ ജൂൺ 21 ആകുമ്പോൾ കറക്റ്റ് 23.5 ഡിഗ്രി നോർത്തിലാണ് സൺലൈറ്റ് പതിക്കുക. അതായത് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്ന ലാറ്റിറ്റ്യൂഡിലായിരിക്കും പതിക്കുക. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ പതിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദിവസം നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ, നമ്മളൊക്കെ ഇന്ത്യയൊക്കെ ഉൾപ്പെടുന്ന നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും ഏറ്റവും ലെങ്തിയസ്റ്റ് ഡേ. പകലിൻ്റെ നീളം കൂടുതൽ നമുക്ക് ഈ ദിവസങ്ങളിൽ എവിടെയായിരിക്കും? നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും. ഏറ്റവും നീളമുള്ള പകൽ നമുക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ളവർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പം സദേൺ ഹെമിസ്ഫിയറിലുള്ള ആളുകളെ സംബന്ധിച്ചോ ഏറ്റവും ലെങ്തിയസ്റ്റ് നൈറ്റ് ആയിരിക്കും. അതായത് ഷോർട്ടസ്റ്റ് ഡേ, ഏറ്റവും ചെറിയ പകലും വലിയ രാത്രിയുമായിരിക്കും എവിടെ ഉള്ളവർക്ക്? സദേൺ ഹെമിസ്ഫിയറിൽ ഉള്ള ആളുകൾക്ക്. അപ്പോൾ സണ്ണിൻ്റെ പൊസിഷൻ, എർത്തിൻ്റെ റൊട്ടേഷൻ മൂലം സണ്ണിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യാണ്? അപ്പാരൻ്റ്ലി മാറും. സണ്ണിന് മാറ്റമൊന്നുമില്ല, പക്ഷേ സണ്ണിൻ്റെ ഈ എർത്തിൻ്റെ റൊട്ടേഷൻ മൂലം, സണ്ണിൻ്റെ ഒരു ചെരിവും ടിൽറ്റും, അതുകൊണ്ട് തന്നെ സണ്ണ് മൂവ് ചെയ്യുന്നതും കൊണ്ട് സൺലൈറ്റ് മാർച്ച് 21 ഇക്വറ്ററിൽ പതിക്കുന്നത്. അതിനുശേഷം ഈ ജൂൺ വരെയുള്ള സമയം നോക്കുകയാണെങ്കിൽ സൺലൈറ്റ് അധികവും കിട്ടുന്നത് എവിടെയാണ്? മറ്റിടത്ത് കിട്ടുന്നില്ല എന്നല്ല, സദേൺ ഹെമിസ്ഫിയറിൽ കിട്ടുന്നില്ല എന്നല്ല, ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ഓക്കെ, ഇനി ജൂണിന് ശേഷം അത് വീണ്ടും ഇങ്ങനെ ഈ 23.5 ഡിഗ്രി നോർത്ത്, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരെയാണ് സൺലൈറ്റ് മാക്സിമം നോർത്തേൺ ഹെമിസ്ഫിയറിൽ കിട്ടുക. അതിന് ശേഷം ഇങ്ങനെ വീണ്ടും ഇക്വറ്ററിലേക്ക് തന്നെ ഇറങ്ങി വരും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 23 ആകുമ്പോൾ വീണ്ടും ഇക്വറ്ററിലേക്ക് തന്നെ സൺലൈറ്റ് എത്തുകയാണ്. ഏറ്റവും കൂടുതൽ സൺലൈറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കിട്ടുന്നത് വീണ്ടും ഇക്വറ്ററിലേക്ക് തന്നെ എത്തുകയാണ്. അപ്പോൾ വീണ്ടും ഇക്വിനോക്സസ് വരും. അപ്പോൾ മാർച്ച് 21 ഇക്വിനോക്സസ് വന്നു, സെപ്റ്റംബർ 23 വന്നു. എന്താണ്? ഈക്വൽ ഡേ ആൻഡ് നൈറ്റ്, 12 മണിക്കൂർ രാത്രി, 12 മണിക്കൂർ പകൽ, 2 ഹെമിസ്ഫിയർ ഉള്ളവർക്കും വീണ്ടും കിട്ടും.
ഇനി സെപ്റ്റംബറിന് ശേഷം സണ്ണിൻ്റെ ഒരു പൊസിഷൻ, എർത്തിൻ്റെ കറക്കം കാരണം സണ്ണിൻ്റെ പൊസിഷൻ ഇങ്ങനെ ചേഞ്ച് ആവുകയാണ്. എങ്ങോട്ടേക്ക്? സെപ്റ്റംബർ 23 ശേഷം ഒക്ടോബർ, നവംബർ ഈ മാസങ്ങളിലൊക്കെ എവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക? സണ്ണിൻ്റെ പൊസിഷൻ. സണ്ണ് ശരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നില്ല, എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് സണ്ണിൻ്റെ പൊസിഷനിൽ സൺലൈറ്റ് കിട്ടുന്ന ഏരിയകൾ മാറുകയാണ്. അതെവിടേക്കാണ്? സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഒക്ടോബർ, നവംബർ ഒക്കെ ആകുമ്പോൾ എവിടേക്കാണ് വരുന്നുണ്ടാവുക? അത് സതേൺ ഹെമിസ്ഫിയറിലാണ്. അങ്ങനെ ഡിസംബർ 22 ആകുമ്പോൾ അത് നേരെ വന്നിട്ട് എവിടെ നിൽക്കും? നമ്മുടെ 23.5 ഡിഗ്രി സൗത്തിൽ നിൽക്കും. 23.5 ഡിഗ്രി സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ്. അപ്പോൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് സണ്ണിൻ്റെ ലൈറ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ദിവസമാണ് ഡിസംബർ 22. അപ്പോൾ ഈ ദിവസം എന്തായിരിക്കും പ്രത്യേകത? ഏറ്റവും നീളമുള്ള പകൽ എവിടെയായിരിക്കും? ലെങ്തിയസ്റ്റ് ഡേ എവിടെയായിരിക്കും? സതേൺ ഹെമിസ്ഫിയറിലായിരിക്കും. നമുക്കോ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള നമുക്ക് എന്തായിരിക്കും ഈ സമയം നമുക്ക് ഏറ്റവും നീളമുള്ള രാത്രിയായിരിക്കും. ലെങ്തിയസ്റ്റ് നൈറ്റ്, ഷോർട്ടസ്റ്റ് ഡേയുമായിരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഇനി വീണ്ടും ഡിസംബറിന് ശേഷം സണ്ണിൻ്റെ പൊസിഷനും എർത്തിൻ്റെ റൊട്ടേഷൻ മൂലം സണ്ണിൻ്റെ പൊസിഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് 21 ആകുമ്പോൾ വീണ്ടും എവിടേക്ക് തന്നെ വന്ന് നിൽക്കും? നമ്മുടെ ഞാൻ നേരത്തെ മാർച്ച് 31 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ മാർച്ച് 21 തന്നെയാണ് പറഞ്ഞത്, എനിക്ക് ജസ്റ്റ് ഒരു ഓർമ്മ കിട്ടുന്നില്ല. എനിവേ മാർച്ച് 21 തന്നെയാണ് കേട്ടോ ശരിയായ ഉത്തരം. ഞാൻ ഇനി അറിയാതെ പറഞ്ഞോന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിവേ വീണ്ടും മാർച്ച് 21 ആകുമ്പോൾ എവിടേക്ക് തന്നെ തിരിച്ചെത്തുന്നു? ഇക്വേറ്ററിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. അപ്പോൾ ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. എർത്തിൻ്റെ റൊട്ടേഷൻ മൂലം സണ്ണിൻ്റെ പൊസിഷൻ, സൺലൈറ്റ് കിട്ടുന്ന, സണ്ണിൻ്റെ ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഭൂമിയുടെ ഭാഗങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ് എർത്തിൻ്റെ റൊട്ടേഷൻ കാരണം, അല്ലേ? ഈ എർത്തിൻ്റെ റൊട്ടേഷൻ മൂലം സൺലൈറ്റ് കിട്ടുന്ന, സണ്ണിൻ്റെ ടെമ്പറേച്ചർ കിട്ടുന്ന പൊസിഷനുകളിൽ വരുന്ന ചേഞ്ചുകളെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ സണ്ണിൻ്റെ പൊസിഷനും എർത്തിൻ്റെ റൊട്ടേഷൻ മൂലം സണ്ണിൻ്റെ പൊസിഷൻ മാറുന്നതിനെയാണ് നമ്മൾ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ എന്ന് വിളിക്കുക. ശരിക്കും സണ്ണിനല്ല മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്, എർത്തിനാണ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. എർത്തിൻ്റെ മൂവ്മെൻറ്റ് കാരണം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങൾ എർത്തിൽ പല പല ഭാഗങ്ങളിലേക്ക് മാറുകയാണ്, ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ. അപ്പോൾ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ ഇങ്ങനെ നടക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? അല്ലാതെ എപ്പോഴും ഇക്വേറ്ററിലേക്ക് മാത്രം സണ്ണിൻ്റെ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ കിട്ടുക, ബാക്കി സ്ഥലങ്ങളിലേക്കൊക്കെ കുറച്ച് കിട്ടുക, അങ്ങനെയല്ല. സണ്ണിൻ്റെ പൊസിഷനും എർത്തിൻ്റെ റൊട്ടേഷൻ മൂലം സണ്ണിൻ്റെ പൊസിഷനിൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അത് കുറച്ച് സമയം എവിടേക്ക് പോകുന്നുണ്ട്? കുറച്ച് അധികം നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക്, പിന്നെ അതെവിടേക്ക് വരുന്നുണ്ട്? സതേൺ ഹെമിസ്ഫിയറിലേക്ക്. മാക്സിമം ഈ 23.5 ഡിഗ്രി നോർത്തിലും, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും 23.5 ഡിഗ്രി സൗത്തിലും, അതായത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും, അതായത് ഏകദേശം ഒരു 47 ഡിഗ്രിയിലേക്ക് ഒരു സണ്ണിൻ്റെ പൊസിഷൻ ചേഞ്ച് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമായിട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ട്, പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ചേഞ്ച് സണ്ണിൻ്റെ പൊസിഷനിൽ ഉണ്ടാകുന്നുണ്ട്, അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ പറയുന്ന നമ്മൾ നേരത്തെ കണ്ട പ്രഷർ ബെൽറ്റുകളിലെ ഈ ലോ പ്രഷർ ബെൽറ്റ്, ഇക്വറ്റോറിയൽ അടയാളപ്പെടുത്തിയ ലോ പ്രഷർ ബെൽറ്റ്, 30 ഡിഗ്രീസിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഹൈ പ്രഷർ ബെൽറ്റ്സ്, 60 ഡിഗ്രിയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ലോ പ്രഷർ ബെൽറ്റ്, ഇവയ്ക്കൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. അതായത് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് സൺലൈറ്റ് നേരെ എവിടേക്ക് പതിക്കുമ്പോഴാണ്? ഇക്വറ്റോറിയൽ നേരെ പതിക്കുമ്പോഴാണ് നമ്മളിവിടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ അടയാളപ്പെടുത്തിയത്. ഇനി സണ്ണിൻ്റെ പൊസിഷൻ എവിടേക്ക് മാറാറുണ്ട്? 23.5 ഡിഗ്രി നോർത്ത് വരെ പോകാറുണ്ട്, 23.5 ഡിഗ്രി സൗത്ത് വരെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ നോർത്തിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 30യിൽ അടയാളപ്പെടുത്തിയ ഹൈ പ്രഷർ ബെൽറ്റും കുറച്ചൊന്ന് മാറിയിട്ട് ഒരു 35-40ലേക്ക് മാറും. 60യിൽ അടയാളപ്പെടുത്തിയ ലോ പ്രഷർ ബെൽറ്റ് കുറച്ചൊന്ന് എന്ത് ചെയ്യും? അതൊന്ന് മേലോട്ടേക്ക് ചേഞ്ച് ആവും, ഒരു 65-70യിലേക്ക് മാറും. ഇനി ഇത് നേരെ തിരിച്ച് താഴോട്ടേക്ക് ഇറങ്ങുമ്പോഴോ, നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് സൗത്തിൽ അടയാളപ്പെടുത്തിയത് നേരെ ഇങ്ങോട്ടേക്ക് കുറച്ചിറങ്ങും, ഇത് ഇങ്ങോട്ടേക്ക് കുറച്ചിറങ്ങും. അതിനനുസരിച്ച് ഇവിടെയും ചെറിയ ചേഞ്ചസുകൾ വരും. ഇത് മേലേക്ക് പോകുമ്പോൾ ഇവിടെയും കുറച്ച് ചേഞ്ചസുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതാണ് ഇങ്ങനെ ചില ഷിഫ്റ്റുകൾ നമ്മുടെ ഈ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾക്കിടയിൽ സംഭവിക്കാറുണ്ട്. എപ്പോൾ? സണ്ണിൻ്റെ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ആസ് ദ ടെമ്പറേച്ചർ കണ്ടീഷൻസ് വാരി, നമ്മുടെ ടെമ്പറേച്ചർ കണ്ടീഷനിൽ വ്യത്യാസങ്ങൾ വരാം. എപ്പോൾ? വിത്ത് ദ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ, സണ്ണിൻ്റെ ഈ പൊസിഷൻ ചേഞ്ച് കാരണം. ദ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് ആർ സബ്ജക്റ്റഡ് ടു റിലേറ്റീവ് ഷിഫ്റ്റ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ നമ്മൾ ഈ അടയാളപ്പെടുത്തിയ പോലെ എപ്പോഴും സ്റ്റേബിളായിട്ട്, ഈ ലോ പ്രഷറും ഹൈ പ്രഷറും എപ്പോഴും സ്റ്റേബിളായിട്ട് ഇതേ എന്തിലുണ്ടാവില്ല, ലാറ്റിറ്റ്യൂഡിലായിരിക്കില്ല. ചില മാറ്റങ്ങൾ വരാറുണ്ട്, അല്ലേ? അതെന്താണ് ആ മാറ്റങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്?
ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് മേ ഷിഫ്റ്റ് ടു അബൌട്ട് 5 ഡിഗ്രി ടു 10 ഡിഗ്രി നോർത്ത്വേർഡ്സ് ഡ്യൂറിങ് സമ്മർ സീസണിൽ. നമ്മുടെ സമ്മർ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മുടെ സണ്ണിൻ്റെ പൊസിഷൻ നമ്മുടെ ഹെമിസ്ഫിയറിലേക്ക് നോർത്തിലേക്ക് വരെ 23.5 ഡിഗ്രി നോർത്ത്, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരെ ആ ഏരിയ സീറോയിൽ നിന്ന് 23.5 ഡിഗ്രി നോർത്ത് വരെ എത്തുന്ന ആ ഒരു ടൈം പീരീഡ് അല്ലേ, അതായത് അത് നമ്മുടെ സമ്മർ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ സമ്മർ സീസൺ അതായത് സണ്ണിൻ്റെ പൊസിഷൻ നോർത്തേൺ ഹെമിസ്ഫിയറിലാവുന്ന സമയത്ത് ഈ പറയുന്ന ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകളൊക്കെ ഒരു 5 to 10 ഡിഗ്രി 30യിൽ അടയാളപ്പെടുത്തിയ 35ലേക്കും 60യിൽ അടയാളപ്പെടുത്തിയ 65ലേക്കും അല്ലെങ്കിൽ 70യിലോട്ടേക്കും 30യിൽ അടയാളപ്പെടുത്തിയ 40യിലോട്ടേക്കൊക്കെ ഒരു ഷിഫ്റ്റ് നോർത്ത് വേർഡിലേക്ക് വരും. ഇനി സൗത്തിലേക്ക് നമ്മുടെ വിൻ്റർ ആകുമ്പോഴോ, അതായത് നമ്മുടെ വിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണിൻ്റെ പൊസിഷൻ സദേൺ ഹെമിസ്ഫിയറിലാവുന്ന സമയം അല്ലേ, അപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു സൗത്ത് വാർഡും ഡയറക്ഷൻ 5 to 10 ഡിഗ്രി വ്യത്യാസം വരാറുണ്ട്. അതിനാണ് നമ്മൾ ഈ സണ്ണിൻ്റെ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ്, സണ്ണിൻ്റെ പൊസിഷനിൽ ചേഞ്ച് വരികയാണ് എർത്തിൻ്റെ റൊട്ടേഷൻ കൊണ്ട്, അല്ലാതെ സണ്ണ് ഇങ്ങനെ ചലിക്കുന്നത് കൊണ്ടല്ല. അപ്പോൾ ഇങ്ങനെ സമ്മർ സീസണിൽ ഒരു ഇത്രയും 5 to 10 ഡിഗ്രി നോർത്ത് വാർഡിലും വിൻ്ററിൽ ഷിഫ്റ്റ് സൗത്ത് വാർഡിലേക്കും സംഭവിക്കാറുണ്ട് എന്നാണ്. ദിസ് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് ഹാസ് ഡിസിസീവ് ഇൻഫ്ലുവൻസ് ഓഫ് ഗ്ലോബൽ ക്ലൈമറ്റ്. ഇങ്ങനെയുള്ള ഈ എർത്തിൻ്റെയും സണ്ണിൻ്റെയും പൊസിഷനിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ ക്ലൈമറ്റിൽ ഇൻഫ്ലുവൻസ് വരുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പറയുന്ന മാർച്ച് 21 ശേഷം ഇങ്ങനെ ഇക്വറ്റോറിയൽ നിന്ന് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് പോയി ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ പോയി, അങ്ങനെ സെപ്റ്റംബർ 23 ആകുമ്പോഴാണ് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്ന് തിരിച്ച് സണ്ണ് ഇക്വറ്ററിലേക്കാണ് തിരിച്ചെത്തുന്നത്. ഇത്രയും ടൈം പീരീഡ് ഈ മാർച്ച് 21 to സെപ്റ്റംബർ 23 എന്ന് പറയുന്ന ടൈം പീരീഡ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്ത് ക്ലൈമറ്റ് ആയിരിക്കും? സമ്മർ ആയിരിക്കും. ഈ സമയം ഇവിടെയുള്ളവർക്ക് സദേൺ ഹെമിസ്ഫിയറിലേക്ക് ഈ സമയം വിൻ്റർ ആയിരിക്കും. ഇനി തിരിച്ച് സെപ്റ്റംബറിന് ശേഷം ഇങ്ങനെ വന്നിട്ട് പിന്നെ എവിടേക്ക് തിരിച്ചെത്തുകയാണ്? നമ്മുടെ മാർച്ച് 21 ആകുമ്പോൾ വീണ്ടും എവിടേക്ക് ഇക്വേറ്ററിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. ഈ ടൈം പീരീഡ് എവിടെയാണ് സണ്ണിൻ്റെ പൊസിഷൻ ഏറ്റവും കൂടുതൽ വരുന്നത്? ഇങ്ങനെ വരുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ സെപ്റ്റംബർ 23 to മാർച്ച് 21 സദേൺ ഹെമിസ്ഫിയറിലുള്ളവർക്ക് അപ്പോൾ സമ്മറാണ്. അപ്പോൾ നമുക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ളവർക്ക് എന്തായിരിക്കും? ഈ ടൈം പീരീഡ് സെപ്റ്റംബർ 23 to മാർച്ച് 21 നമുക്ക് വിൻ്റർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് വിൻ്ററാണ്. സെപ്റ്റംബർ ടു മാർച്ച് നമ്മുടെ ക്ലൈമറ്റ് സമ്മറാണ്. മാർച്ച് ടു സെപ്റ്റംബർ. മനസ്സിലായോ? ഇതാണ് ലോകത്ത് മേജറായിട്ട് 2 ക്ലൈമറ്റാണുള്ളത്, സമ്മറും വിൻ്ററും. നമുക്ക് ഈ ഒരു മാർച്ച് ടു സെപ്റ്റംബർ 6 മാസം നമുക്ക് സമ്മറാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ക്ലൈമറ്റ് ആയിരിക്കും സദേൺ ഹെമിസ്ഫിയറിലുള്ളവർക്ക്. പിന്നെ സെപ്റ്റംബർ ടു മാർച്ച് നേരെ തിരിച്ച് 6 മാസം നമുക്ക് വിൻ്റർ ആകുമ്പം മറ്റേ സദേൺ ഹെമിസ്ഫിയറിലുള്ളവർക്ക് എന്തായിരിക്കും? സമ്മർ ആയിരിക്കും. അപ്പോൾ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ഒരു 1 2 3 4 5 6 ലൈനിലാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളവർ അതൊരു എക്സ്ട്രാ റീഡിംഗ് ആയി കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്കിത് പരീക്ഷയ്ക്ക് അധികം വരാനുള്ള സാധ്യതയില്ല. പക്ഷേ ഈ കാര്യം മനസ്സിലാക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. ജോഗ്രഫിയിലെ ഈ കണ്ടൻറ്റുകൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. എങ്കിൽ മാത്രമാണ് നമുക്കിത് എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വായിച്ചാൽ തന്നെ നമുക്കിത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ എന്ന് പറയുമ്പോൾ ആ വാക്ക് നമുക്ക് എങ്ങനെ ഒരൊറ്റ വാക്ക് നമുക്ക് ഡിക്ഷണറി നോക്കിയിട്ടോ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടോ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റിയാൽ പോലും അതിൻ്റെ ആശയം, അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കണമെങ്കിൽ ഒരാൾ പറഞ്ഞു തരിക തന്നെ വേണം അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പലപ്പോഴും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അച്ചടിച്ച ആളുകൾ അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. എനിവേ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെറുതായിട്ട് എനിക്കും ഈ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് കാഴ്ചക്കാരുടെ എണ്ണം കുറയും. പക്ഷേ എനിക്ക് കാഴ്ചക്കാരുടെ എണ്ണം കുറഞ്ഞാലും പ്രശ്നമില്ല. നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നതാണ് എൻ്റെ ഒരു ആവശ്യം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് പരീക്ഷയ്ക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കുക. നിങ്ങൾ ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ നിങ്ങൾ ഈ ജോഗ്രഫി പഠിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ ഈ പറയുന്ന നമ്മുടെ ബേസിക്കായിട്ട് എർത്തിനെ പറ്റിയിട്ടും നമ്മുടെ ക്ലൈമറ്റിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.